ഇറാന് എതിരായ യാതൊരുവിധ സൈനിക നടപടികൾക്കും തങ്ങളുടെ വ്യോമ പരിധിയോ അതിർത്തിക്കുള്ളിലെ മണ്ണോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രഖ്യാപിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സൗദി അറേബ്യയുടെ നിർണായക നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കില്ലെന്ന് ഈ മേഖലയിലെ അമേരിക്കയുടെ മറ്റൊരു പ്രധാന സഖ്യകക്ഷിയായ UAEയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ പരമാധികാരത്തെ സൗദി അറേബ്യ എല്ലാ കാലത്തും മാനിക്കുന്നുവെന്നും ഏത് ഭാഗത്തു നിന്നുള്ള ആക്രമണമായാലും ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കായി സൗദി അറേബ്യയുടെ ഭൂപ്രദേശമോ ആകാശമോ ഉപയോഗിക്കാൻ വിട്ടു നൽകില്ലെന്നും കിരീടാവകാശി വ്യക്തമായി പറഞ്ഞു. തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിനും മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങൾക്കും സൗദിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നന്ദി അറിയിക്കുകയും ചെയ്തു. ഇസ്ലാമിക സമൂഹം സഹോദരങ്ങളാണെന്നും സംയുക്ത സഹകരണത്തിലൂടെ മാത്രമേ സുരക്ഷിതവും വികസിതവുമായ ഒരു പ്രദേശം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും രാജ്യം നേരിടുന്ന ശത്രുതയും സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും പെസഷ്കിയാൻ വിമർശിക്കുകയും ചെയ്തു. ഇറാനെ സിറിയയോ അല്ലെങ്കിൽ ലിബിയയോ ആക്കി മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഇറാനിലെ ജനങ്ങളുടെ ഐക്യം ഇത്തരം ഗൂഢാലോചനകളെ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനത്തിനും യുദ്ധം ഒഴിവാക്കാനുമുള്ള ഏത് പ്രക്രിയയും സ്വാഗതം ചെയ്യാൻ ഇറാൻ സന്നദ്ധമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സൗദി അറേബ്യയുടെ ഈ പ്രഖ്യാപനം വരുന്നത്. ഇറാനെതിരായ ഏത് നീക്കത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ ഔദ്യോഗിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. സൗദി ഇറാൻ ബന്ധം മെച്ചപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്യും. നേരത്തെ അമേരിക്കൻ സൈനിക നടപടികൾക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകില്ലെന്നാണ് UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്നും UAE അധികൃതർ പറഞ്ഞിരുന്നു. ഇറാനെതിരായ ഭീഷണികൾ അമേരിക്കയുടെ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നൽകിയിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള സംഘം മധ്യ ഏഷ്യൻ സമുദ്രത്തിൽ നിലയുറപ്പിച്ചതോടെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ മുന്നറിയിപ്പുണ്ടായത്. ഇറാന്റെ സുരക്ഷയെ തകർക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ അസ്ഥിരതയല്ലാതെ മറ്റൊന്നും അവർ നേടുകയില്ലെന്ന് മസൂദ് പെസഷ്കിയാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോട് പറയുകയും ചെയ്തു. അമേരിക്കയുടെ ഭീഷണികളെ വിമർശിക്കുകയും ചെയ്തതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അയൽ രാജ്യങ്ങൾ തങ്ങളുടെ സുഹൃത്തുക്കളാണെന്നും അവരുടെ മണ്ണ്, ആകാശം, ജലം എന്നിവ ഇറാനെതിരെ ഉപയോഗിക്കുന്നവരെ ശത്രുക്കളായി കണക്കാക്കുമെന്നും IRGC നാവികസേന വക്താവ് മുഹമ്മദ് അക്ബർ സാദെ പറഞ്ഞതായും വിവിധ വൃത്തങ്ങൾ അറിയിച്ചു. ഇറാനിലെ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം അടിച്ചമർത്തുന്നതിൽ സൈനിക നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. മനുഷ്യാവകാശ സംഘടനകൾ സൂചിപ്പിക്കുന്നത് പോലെ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പേരെ ആക്രമിച്ചിട്ടുണ്ടെന്നും അമേരിക്ക മുൻപ് പറഞ്ഞിരുന്നു. ഇറാനിൽ പ്രക്ഷോഭം ആരംഭിച്ചതിന് ശേഷം ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി പറഞ്ഞത് തന്റെ രാജ്യത്തിന് എതിരായ പരാമർശങ്ങൾ പുതിയതല്ലെന്നും തങ്ങൾ എന്തിനും തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നുമായിരുന്നു.